കാര്യമാണ് UDF-ന് വേണ്ടി രാഷ്ട്രീയ വിടുപണി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതോടുകൂടി TK ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന എക്സ് കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ ആ നിലപാടുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ സംഘാടക സമിതി, ഹാപ്പിനെസ് ഫെസ്റ്റ് നടത്തുന്ന അവിടെ ഒരു സംഘാടക സമിതി ഉണ്ട്. ആ സംഘാടക സമിതിയിൽ കൃത്യമായിട്ട് വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ആ സംഘാടക സമിതി യുടെ ഭാഗമായിട്ട് ഫൈനാൻസ് കൈകാര്യം ചെയ്തതിനു വേണ്ടി പ്രത്യേക സംവിധാനമുണ്ട്. അതിന്റെ ഭാരവാഹികളാണത് കൈകാര്യം ചെയ്യുന്നത്. ആ സാമ്പത്തിക കാര്യങ്ങൾ സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തുന്നത്. വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്നുണ്ട്. അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത ആളാണോ TK ഗോവിന്ദൻ മാഷ്? അറിയാത്ത ആളല്ലല്ലോ. പക്ഷെ അതിന്റെ മേലെ ഒരു പുകമറ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പൊ സെലിബ്രിറ്റികളെയും മറ്റും കൊണ്ടുവരുന്നതിന് സ്വയം സന്നദ്ധമായി സഹായിക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ പേര് പോലും വലിച്ചടച്ചുകൊണ്ട് പുകമറ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതെന്തിനാ? അപ്പൊ UDF-ന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ പാർലമെന്ററി സ്ഥാനത്തിന് വേണ്ടി UDF-മായി ചർച്ച ചെയ്ത് പാർലമെന്ററി ചെളിക്കുണ്ടിൽ അകപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടി നേതാവായിട്ട് അദ്ദേഹം മാറുകയല്ലേ സംഭവിച്ചിട്ടുള്ളത്? അപ്പോൾ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ വന്നപ്പോൾ കോൺഗ്രസുമായി ചേർന്ന് പാർട്ടിക്കെതിരായിട്ട് TK ഗോവിന്ദൻ മാഷ് രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പാർലമെന്ററി അവസരവാദത്തിന്റെ ചെളിക്കുണ്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അദ്ദേഹത്തിന് വലിയ അംഗീകാരം നൽകി. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി സ്ഥാനങ്ങളെക്കാൾ ഏറ്റവും വലിയ സ്ഥാനമെന്ന് പറയുന്നത് പാർട്ടി പദവികളാണ്. അദ്ദേഹത്തെ പോലെ ഒരാള് പാർട്ടിയുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയായിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് വരെ എത്തി. ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ കഴിവുള്ള ആളുകൾ വേറെ ഇല്ലാത്തതുകൊണ്ടല്ല, പലർക്കും പല സമയത്ത് അവസരം കിട്ടുകയാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയായിട്ട് അദ്ദേഹം മാറി. ഇപ്പൊ ഏറ്റെടുത്ത സ്ഥാനങ്ങളോ, പരിയാരം മെഡിക്കൽ കോളേജിന്റെ ചെയർമാനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. തളിപ്പറമ്പ് കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് 3 തവണ പ്രവർത്തിച്ചു. കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് അതിന്റെ MD ആയി അദ്ദേഹം തുടർച്ചയായി പ്രവർത്തിച്ചു. ചെയർമാനായിട്ട് തുടർച്ചയായിട്ട് പ്രവർത്തിച്ചു. അതുപോലെ ഹാൻഡ്വീവിന്റെ ചെയർമാനായിട്ട് ഇപ്പൊ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലധികം അദ്ദേഹത്തിന് എന്താണ് വേണ്ടത്? ഇനി അദ്ദേഹത്തിന് MLA ആവണം. ഇങ്ങനെ പാർലമെന്ററി വ്യാമോഹമായിട്ട് ഒരു പാർട്ടി നേതാവ് നടക്കാൻ വേണ്ടി പാടുണ്ടോ? അങ്ങനെ നടക്കുമെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുമോ? അപ്പോ അധികാരത്തോടുള്ള വല്ലാത്ത ഭ്രമം, സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു സമീപനം, സാധാരണ നിലയിൽ ഞങ്ങളെയൊക്കെ പാർട്ടിയാകെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്, ഞങ്ങളെയൊക്കെ പാർട്ടി പഠിപ്പിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് കേഡർമാര് സ്ഥാനമാനങ്ങളുടെ പിന്നാലെ ഓടുന്നവരല്ല. കമ്മ്യൂണിസ്റ്റ് കേഡർമാർ അവരുടെ ചുമതല കൃത്യമായി നിർവഹിക്കുമ്പോൾ സ്ഥാനമാനങ്ങൾ അവരെ തേടിയെത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ ഓടിപ്പോകുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്ന പാർലമെന്ററി അവസരവാദത്തിന്റെ ചെളിക്കുണ്ടിയിൽ അദ്ദേഹം പെട്ടിരിക്കുകയാണ്. അധികാരമോഹം തലക്ക് പിടിച്ച് പാർലമെന്ററി അവസരവാദ നിലപാട് സ്വീകരിച്ച് എതിരാളികളുമായി ഒത്തുകളിച്ച് പാർട്ടിക്കെതിരായിട്ട് രംഗത്ത് വരുന്ന TK ഗോവിന്ദൻ മാഷെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്യുകയും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള TK ഗോവിന്ദൻ മാഷ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നയത്തിനും തീരുമാനത്തിനും വിരുദ്ധമായി താൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും UDF-ന്റെ പിന്തുണ തേടുകയും ചെയ്യുമെന്ന് പത്രസമ്മേളനം നടത്തി പറയുകയും ചെയ്തത് തികഞ്ഞ സംഘടനാ വിരുദ്ധമായ നടപടിയാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഗോവിന്ദൻ മാഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്.